മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ വീഡിയോയിൽ കമൻറ്റുകളൊന്നും കാണുന്നില്ല ആരുടെയും. അപ്പോഴേ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്, ഇന്നലെ നമുക്ക് കടയിൽ ഒരു ഹെയർ സ്മൂത്തനിങ് ഉണ്ടായിരുന്നു, ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയുള്ള മുടിയായിരുന്നെന്നും എങ്ങനെ ആയി, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എങ്ങനെ ആയെന്നും നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് ചെയ്ത കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. ഇതാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന ഹെയർ. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ കസ്റ്റമർ നമ്മളെടുത്ത് വരുന്നത്. ആദ്യമേ ഇത് 2 വർഷം മുമ്പ് ചെയ്തതാണ്. 2 വർഷം മുമ്പ് ചെയ്ത് കസ്റ്റമർ പുറത്തായതുകൊണ്ട് ലീവിന് വന്നപ്പോഴാണ് രണ്ടാമത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നല്ല രീതിയിൽ ഹെയർ വാഷ് ചെയ്യണം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഷോസ്കോപ്പിൻ്റെ ഡീപ്പ് ക്ലെൻസിങ് ഷാമ്പു ആണ് ഉപയോഗിക്കാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ സ്കാൽപ്പും ആ ഹെയറും എല്ലാം നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ദാണ്ട ഈ കിടക്കുന്ന ഹെയറിലെ ഇതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്ത് ഒരല്പം പോലും എണ്ണ കാണരുത് നമ്മുടെ ഹെയറിൽ, ചെയ്യാൻ പോകുന്ന ഹെയറിൽ. നമ്മൾ ദാണ്ട ഇതൊരു 4 സെക്ഷൻ തിരിച്ച് വെച്ചിട്ടുണ്ട്. സെക്ഷൻ തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുരുങ്ങിക്കിടക്കുമ്പോൾ കസ്റ്റമറിന് തന്നെ അതൊരു ശല്യം തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോഴൊക്കെ അവർക്ക് ചിലപ്പോൾ നോവും. അതുകൊണ്ടാണ് നമ്മൾ ഈ സെക്ഷൻ തിരിച്ച് നല്ല കുരുക്കൊന്നും ഇല്ലാതെ സെക്ഷൻ തിരിച്ച് വെക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്രീം ഏതാണെന്ന് വെച്ചാൽ, ഷോസ്കോഫിൻ്റെ തന്നെ ഗ്ലാറ്റാണ് നമ്മൾ സ്മൂത്തനിങ് ക്രീമിന് എടുക്കുന്നത്. ഗ്ലാറ്റ് ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ദാണ്ട 0 ആണ് എടുക്കേണ്ടുന്നത്. ഫസ്റ്റ് അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് ക്രീമെന്നും പറഞ്ഞ്. അപ്പോൾ നമ്മൾ അതാണ് എടുക്കേണ്ടുന്നത്. എടുത്തതിന് ശേഷം നമ്മൾ ദാണ്ട സെക്ഷൻ തിരിച്ചില്ലേ, ദാണ്ട ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്ഷൻ തിരിച്ച് വെച്ചത്. നമ്മൾ സെക്ഷൻ തിരിച്ച് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഹെയറിലെല്ലാം ക്രീം അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ. ഇത് അരമണിക്കൂർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് രണ്ടാമത് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ്. രണ്ടാമത് ചെയ്യുന്നതുകൊണ്ട് മുടിക്ക് അത്ര കട്ടി കുറവായിരിക്കും. നമ്മൾ അരമണിക്കൂറിന് മുമ്പ് തന്നെ ഇത് ചെക്ക് ചെയ്ത് നോക്കണം. ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് ചിലപ്പം പെട്ടെന്ന് തന്നെ അത് സെറ്റാകും. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ ഒരു മുടി എടുക്കുക, അത് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വാഷ് ചെയ്യണം. നമ്മൾ പ്ലെയിൻ വാട്ടറിൽ തന്നെയാണ് നമ്മൾ ക്രീം ഇട്ടതിന് ശേഷം വാഷ് ചെയ്യുന്നത്. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്തിട്ട് അയൺ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഒരു 10 പ്രാവശ്യമെങ്കിലും നമ്മളിത് നല്ലതുപോലെ മുകളിൽ നിന്ന് താഴെ വരെ നല്ലതുപോലെ അയൺ ചെയ്യണം. എന്നെങ്കിലും നമുക്ക് ആ ഒരു സിൽക്കി ആയിട്ട് നമ്മുടെ മുടി കിടക്കത്തുള്ളൂ. നമ്മൾ അയണിങ്ങിനകത്താണ് നമ്മുടെ എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെയും കാര്യമിരിക്കുന്നത്. നമ്മൾ ഈ ക്രീം നമ്മൾ മുടിയിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അയൺ കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഈ അയൺ ചെയ്തതിന് ശേഷം നമ്മൾ അത് നേരത്തെ എടുത്തതുപോലെ സെക്ഷൻ തിരിച്ചിട്ട് ന്യൂട്രലൈസർ, രണ്ടാമത്തെ പ്രോസസ്സാണ് ന്യൂട്രലൈസർ. നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറിനുള്ള ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ന്യൂട്രലൈസർ ഉപയോഗിക്കുന്നത്. ഈ ക്രീം ഉപയോഗിക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് സിൽക്കായിട്ട് കിടക്കുന്നത് നമ്മുടെ ഹെയർ. അത് നല്ലതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15-20 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് വാഷ് ചെയ്യും. നമ്മൾ ആദ്യമൊക്കെ ഫസ്റ്റ് നമ്മൾ നോർമൽ ഒരു ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന മുടിയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ക്രീം ഇട്ടിട്ട് ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ചില പല ടൈപ്പ് ഹെയറുകളായിരിക്കാം. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കാം, ചിലപ്പോൾ കട്ടിയായിട്ടുള്ള ഹെയർ ആയിരിക്കാം. അത് നമ്മൾ ചെയ്യുന്നവർ എപ്പോഴായാലും അത് സൂക്ഷിക്കുക. അതിനുശേഷം നമ്മൾ ന്യൂട്രലൈസർ ഇട്ട് 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കുറച്ചൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഹെയർ സിറം, സ്ട്രീക്സിൻ്റെ ഹെയർ സിറമാണ് അത് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്യും. നമ്മൾ ആദ്യം കണ്ട ഹെയർ ആണോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അല്ല. നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമ്മൾ പ്രോട്ടീൻ സ്പാ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളെ മുടി കംപ്ലൈൻ്റ് ആവും. ഓക്കെ, നമ്മൾ ഈ ഒരു ഹെയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ബൈ.